ലാറ്റിൻ വാക്കാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ലാറ്റിൻ ഫ്രേസാണ്, രണ്ട് വാക്കാണ് ഒരുമിച്ചൊരു ഫ്രേസാണ്. സാധാരണ വേദോസം പഠിക്കുന്ന ഗ്രീക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഹീബ്രു ആയിരിക്കണം. നമ്മളിന്ന് ലാറ്റിനാണ് പഠിക്കാൻ പോകുന്നത്. ലാറ്റിൻ എന്ന് കേൾക്കുമ്പോൾ ഒരു നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരുന്നില്ലായിരിക്കാം, അത് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ഒരു ഭാഷ തന്നെയാണ് ലാറ്റിൻ എന്ന് പറയുന്നത്. ഒരു ലാറ്റിൻ ഫ്രേസാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഫ്രേസിന് യഥാർത്ഥത്തിൽ 3 പാർട്ടുണ്ട്. ഇതിൻ്റെ 3 പാർട്ട് ഞാൻ 3 ദിവസമായിട്ടല്ല, നോട്ട് ഇൻ ദാറ്റ് സെൻസ്. അതിൽ എല്ലാ പാർട്ടും തുല്യ ലെങ്ത് ഉള്ളതല്ല, ഒരു 3 പാർട്ടാണ്. പക്ഷെ നമ്മളിന്ന് ഒരു പാർട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ബാക്കി 2 പാർട്ടും നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. അതിന് ഇതിൻ്റെ വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് കാണാം. അതിലേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ ബുക്ക് ഇറങ്ങും, ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറങ്ങും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ റീഡ്, അതാണ് ഏറ്റവും നല്ല മാർഗം. വായിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും അറിവുണ്ടാണെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ റീഡ്, വായിക്കുക. വീഡിയോ കാണുന്നത് നല്ലതാണ്. ഞാനൊരു ദിവസം ഒരു വീഡിയോ എങ്കിലും കാണാറുള്ളതാണ്, ശരാശരി. എല്ലാ ദിവസവും നല്ല ശരാശരി, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാറുണ്ട്. എൻ്റെ വീഡിയോകളുമുണ്ട്. പക്ഷേ എൻ്റെ ബുക്കിൻ്റെ ഒരു 4/1 മാത്രമേ എൻ്റെ വീഡിയോകളിലുള്ളൂ. ഒരു ബുക്കിൻ്റെ 4/1 ഈ വീഡിയോയിൽ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബുക്കും ഇറങ്ങും, വീഡിയോ ഇറങ്ങും, നിങ്ങൾക്ക് വായിക്കാം. ഒരു പാർട്ട് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ലാറ്റിൻ ഫ്രേസ്. ഞാൻ ഇന്നത്തെ കുറേ സംഭവങ്ങളിലും പറയുന്നു. ഒരു വിഷയമേ ഉള്ളൂ, പോയിന്റ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇത്രയും കുറേയേറെ വേദപുസ്തകത്തിൽ കുറേ സംഭവങ്ങൾ, കുറേ ദർശനങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. ഈ ദർശനങ്ങൾ കുറേ പറയുന്നുണ്ട്. ഞാനൊരു 4-5 സമയം അനുസരിച്ച് കുറേയേറെ പറയും. ഒരു പക്ഷേ വിളിച്ച് ബോറടിച്ചൊക്കെ ഒരേ കാര്യം പറയാൻ എന്തിനാണ് ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ നിങ്ങൾ ഉദാഹരണം പോലെ പറയുന്നതെന്ന്. ഓരോ സംഭവങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറയുന്ന ഓരോ വേദപുസ്തകം എടുക്കുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾ ജീവിക്കുന്നവരായി മാറണം. ആ കൂട്ടത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. ആ സംഭവത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആകണം. നിങ്ങൾ അടുത്തിരിക്കുന്നവരൊക്കെ മറക്കുക, ഇരിക്കുന്ന കസരയൊക്കെ മറക്കുക. എന്നിട്ട് ഈ പറയുന്ന ഓരോ സംഭവത്തിലും ഒന്ന് ഇൻവോൾവ് ആയിട്ട് മാറണം. എങ്കിലും ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇനി നമുക്ക് മെസ്സേജിലേക്ക് കടക്കാം. അമേരിക്കയിൽ ഈ 2017 മരിച്ച ഒരു തിയോളജിയനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് R.C. സ്പ്രൗൾ എന്നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് റിച്ചാർഡ് ചാൾസ് സ്പ്രൗൾ എന്നാണ്, അല്ലെങ്കിൽ റോബർട്ട് ചാൾസ് സ്പ്രൗൾ എന്നോ സംതിങ് ലൈക്ക് ദാറ്റ്. ഹിസ് നെയിം ഇസ് R.C. സ്പ്രൗൾ. അദ്ദേഹത്തിൻ്റെ മകൻ R.C. സ്പ്രൗൾ ജൂനിയർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. R.C. സ്പ്രൗൾ ജൂനിയർ ഇച്ചിരി പിന്മാറ്റക്കാരനാണ്. ഈ R.C. സ്പ്രൗൾ വളരെ വെൽ നോൺ ആയിട്ടുള്ളൊരു തിയോളജിയനായിരുന്നു. വെൽ നോൺ. 2017 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഫ്ലോറിഡയിലെ സാൻഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 2012 ഒരു ബൈബിൾ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. റിഫോർമേഷൻ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞൊരു ബൈബിൾ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ സ്ഥാപനം 2017 അദ്ദേഹം മരിച്ചു. വളരെ വെൽ നോൺ ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ട് വേദോസം പറയുന്നതാണ്. അദ്ദേഹം പ്രെസ്ബിറ്റേറിയൻ സഭക്കാരായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിൽ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഈ റിഫോംഡ് തിയോളജിയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ അധ്യാപകരായിട്ടുള്ളൂ. അല്ലാത്തൊരു ആരെയും അവിടെ അധ്യാപകരാക്കില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അദ്ദേഹം. ആണ് പ്രെസ്ബിറ്റേറിയൻകാരനാണെങ്കിൽ തന്നെ. അദ്ദേഹത്തിന് വേണ്ട അടുത്ത സുഹൃത്തുക്കൾ ബാപ്റ്റിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിഫോംഡ് എന്നുള്ള ഒരു വാക്കിയിട്ട്, റിഫോർമേഷൻ എന്നൊക്കെ വാക്കിയിട്ട് അതൊക്കെ എന്തുവാണെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടായത് ആ റിഫോർമേഷൻ മൂവ്മെൻറ്റ്, നവീകരണം, മുന്നേറ്റം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന റിഫോർമേഷൻ. റിഫോർമേഷൻ ലീഡേഴ്സ് രൂപീകരിച്ച തിയോളജിയാണ് റിഫോംഡ് തിയോളജി. അവർ രൂപീകരിച്ച ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. മാർട്ടിൻ ലൂതറുണ്ട്, ജോൺ കാൽവിനുണ്ട്, നോക്സ് ഉണ്ട്. നമ്മളിവിടുത്തെ കേട്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഇതിനകത്തിനുള്ള, നമ്മളവരെ ഒന്നും അധികം കേട്ടിട്ടില്ല. സിംഗ്ലിയുണ്ട്, സ്വിറ്റ്സർലൻഡിലെ സിംഗ്ലിയുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് രൂപീകരിച്ച, എല്ലാവരും ചേർന്നൊന്നുമല്ല, ഇവരൊക്കെ രൂപീകരിച്ച ഒരു തിയോളജിയാണ് റിഫോംഡ് തിയോളജി എന്ന് പറയുന്നത്. റിഫോംഡ് തിയോളജി അവകാശപ്പെടുന്നത് അവർക്ക് അപ്പോസ്തോലിക് ട്രഡീഷൻ ഡോക്ട്രിനിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നുവെച്ചാൽ അവരുണ്ടാക്കിയതല്ല ഇതൊന്നും, അപ്പോസ്തലന്മാരുടെ കാലം മുതൽ നിലനിൽക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോമസ് അക്വിനാസിൻ്റെ കാര്യവും സെൻറ്റ് അഗസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. രണ്ടുപേരും കത്തോലിക്കരാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് ഞാൻ പറയാറുണ്ട്, സെയിൻറ്റ് തോമസ് അക്വിനാസ് എന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചാണ് ഈ കത്തോലിക്കരുടെ കാര്യമൊക്കെ എന്തിനാണ് പറയുന്നതെന്നല്ലേ. ഇതെല്ലാം ഈ അപ്പോസ്തലിക് ട്രഡീഷൻസിൽ അവരെല്ലാം ശരിയായ രീതിയിൽ അതേ ടീച്ചിങ് പഠിപ്പിച്ചിരുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ റിഫോംഡ് തിയോളജിയുടെ പ്രത്യേകത അതാണ്.
ഞാനീ പറയാൻ പോകുന്ന ഈ ലാറ്റിൻ പദം ഈ റിഫോംഡ് തിയോളജിൻസാണ് പോപ്പുലർ ആക്കിയത്. അവരതിനൊരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് അവരിതിനെ വളരെ പോപ്പുലറാക്കി. ആദ്യം ഈ റിഫോംഡ് തിയോളജിൻസ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും എല്ലാവരും ഈ വാക്കിന്, ഇതിൻ്റെ എക്സ്പ്ലനേഷനെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സഭകളും അംഗീകരിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആർസിസ് സ്പ്രൗൾ ഒരിക്കൽ ഒരു ബിസിനസ്സുകാരുടെ കോൺഫറൻസിൽ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ എപ്പോഴും ക്ലാസ്സാണുള്ളത്. അതൊരു ബിസിനസ്സുകാരുടെ കോൺഫറൻസിൽ അദ്ദേഹം ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയം വന്നപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എഴുന്നേറ്റ് ചോദിച്ചു, വാട്ട് ഈസ് ദ ബിഗ് ഐഡിയ അബൌട്ട് ക്രിസ്ത്യാനിറ്റി? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിൻ്റെ സാരാംശം എന്താണ്? അതിൻ്റെ ആശയം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ബിഗ് ഐഡിയ അബൌട്ട് ക്രിസ്ത്യാനിറ്റി? ക്രിസ്ത്യാനിറ്റി എന്നതിൻ്റെ സാരാംശം, അതിൻ്റെ ആശയം, അതിൻ്റെ ലക്ഷ്യം എന്താണ്? ആർസിസ് സ്പ്രൗൾ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ഒറ്റ ഫ്രേസ് പറഞ്ഞോളൂ, കോറം ഡെയോ. ദിസ് എ ലാറ്റിൻ ഫ്രേസ്, കോറം ഡെയോ. ഒന്ന് പറഞ്ഞേ, കോറം ഡെയോ. CORAM, കോറം ഡെയോ, DEO ഡെയോ. CORAM, കോറം DEO ഡെയോ. ദിസ് എ ലാറ്റിൻ ഫ്രേസ്. ഇത് അദ്ദേഹം ഉണ്ടാക്കിയതല്ലേ, പറഞ്ഞല്ലോ, റിഫോംഡ് ലീഡേഴ്സ്, റിഫോംഡ് തിയോളജിസ്റ്റ് ഉണ്ടാക്കിയതാണ് കോറം. നിങ്ങൾ ഒക്കുന്നെങ്കിൽ ഒന്നുകൊണ്ട് വാക്കുകൾ ഞാൻ എഴുതി സൂക്ഷിക്കുന്നുള്ള, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടു ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ. നമ്മൾ സാധാരണ ഒരു വിശ്വാസികളുടെ ഒരു ലെവലുണ്ട്. അത് നമ്മൾ ഒരു പടി കൂടെ കയറി നിന്നാണ് നമ്മൾ ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കണം. സാധാരണ നമ്മൾ നിൽക്കുന്ന ഒരു ലെവലുണ്ട്, അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ കയറി നിന്നാണ് ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ നിൽക്കുന്ന ലെവലിലുള്ള കാര്യങ്ങൾ തെറ്റാണെന്നല്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നേ ഇല്ല. സാധാരണ നമ്മൾ നിൽക്കുന്ന ലെവലിൽ പഠിച്ചിട്ടുള്ളതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നതേ ഇല്ല. പക്ഷെ നമ്മൾ ഒരു പടി കൂടെ മുകളിലോട്ട് മാറി നിന്ന്, ഒരു ക്ലാസ് കൂടെ മുകളിലോട്ട് മാറി നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ചില വാക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. NLT എടുക്കാൻ കഴിയുന്നവരൊന്ന് എടുത്ത് കൈവച്ചിരുന്നാൽ ഇടയ്ക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. കോറം ഡെയോ, CORAM DEO, കോറം ഡെയോ, ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാരാംശം, അതിൻ്റെ മൂല്യം, അതിൻ്റെ അർത്ഥം, അതിനെയെല്ലാം ഒറ്റ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം, കോറം ഡെയോ എന്നാണ്. ഇനി കോറം ഡെയോ എന്ന് പറയുന്ന ലാറ്റിൻ വാക്ക് എവിടെ നിന്നാണ് എടുത്തത്? നമുക്കത് നോക്കാം. കോറം ഡെയോ എവിടെ നിന്നാണ് എടുത്തത്? ഈ കത്തോലിക്കരുടെ ആദ്യത്തെ ഔദ്യോഗികമായ വേദപുസ്തകം, അതിനെ നമ്മൾ വിളിക്കുന്നത് ദ ലാറ്റിൻ വൾഗേറ്റ് എന്നാണ്. ദ ലാറ്റിൻ വൾഗേറ്റ്, ദ വൾഗേറ്റ് എന്നും പറയാറുണ്ട്, ബിബ്ലിയ വൾഗേറ്റ് എന്നും അതിനെക്കുറിച്ച് പറയാറുണ്ട്, ദ ലാറ്റിൻ വൾഗേറ്റ് എന്നും അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഏത് വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ദ വൾഗേറ്റ് എന്ന് പറഞ്ഞാലും ബിബ്ലിയ വൾഗേറ്റ് എന്ന് പറഞ്ഞാലും ദ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് കത്തോലിക്കരുടെ ആദ്യത്തെ ഔദ്യോഗികമായ വേദപുസ്തകമാണ്. ഈ പരിഭാഷ ഉണ്ടാകുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോഴൊന്നുമല്ല, പണ്ടാണ്, 4-ാം നൂറ്റാണ്ടിലാണ്. 4-ാം നൂറ്റാണ്ടിൽ ഈ പരിഭാഷ ഉണ്ടാകുന്നത്, ആ സമയത്ത് ബിഷപ്പായിരുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഡമാസൂസ് ഒന്നാമനായിരുന്നു. ആ സമയത്തെ ബിഷപ്പ് ഡമാസൂസ് ഒന്നാമൻ. ആരെങ്കിലും ആകട്ടില്ലേ, ഓക്കെ. ഡമാസൂസ് ഒന്നാമനായിരുന്നു ആ കാലഘട്ടത്തിൽ ബിഷപ്പ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം ഒന്നിലധികം ഈ സുവിശേഷങ്ങളുടെ ട്രാൻസ്ലേഷൻ ലാറ്റിൻ ഭാഷയിലുണ്ടായിരുന്നു. ട്രാൻസ്ലേഷൻ നടത്താൻ പാടില്ലെന്നൊക്കെ കൽപ്പനയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണിത്, 4-ാം നൂറ്റാണ്ടിൽ. പല സുവിശേഷങ്ങളുടെ ട്രാൻസ്ലേഷൻ പലരും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കറക്റ്റ് ആയിരുന്നില്ല, അതിൻ്റെ അകത്തെല്ലാം എററുണ്ടായിരുന്നു, വലിയ എറർ ഉണ്ടായിരുന്നുകൊണ്ട് ഇതൊക്കെ പള്ളിയിൽ ഔദ്യോഗികമായി ഏത് വായിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഇദ്ദേഹം, ഈ മാർപ്പാപ്പ ഡമാസൂസ് ഒന്നാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ, സെയിൻറ്റ് ജെറോം എന്ന് പറയുന്ന ഒരു വലിയ വേദപണ്ഡിതൻ, കത്തോലിക്ക സഭയിലെ പുരോഹിതൻ ഒക്കെയായിരുന്നു, ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ വിവർത്തനം ചെയ്യണം, സഭയിൽ വായിക്കുവാൻ കഴിയുന്ന വണ്ണം വിവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സെയിൻറ്റ് ജെറോമിനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല സെയിൻറ്റ് ജെറോമുകളുണ്ട്. ഇത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനാണ് സെയിൻറ്റ് ജെറോം.
അദ്ദേഹം ഏതാണ്ട് 347 ജനിച്ചു. 407 സംതിങ് ആണ് അദ്ദേഹം മരിച്ചു. ബേത്ലഹേമിൽ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹം റോമിൽ നിന്ന് ബേത്ലഹേമിൽ പോകാൻ തന്നെയുള്ള കാരണം ഈ റോമിലെ അച്ഛന്മാരുടെ ഇടയിലുള്ള കുതികാൽ വെട്ടും പാരയും ഇതൊക്കെ സഹിക്കാൻ പറ്റാതെ അദ്ദേഹം ബേത്ലഹേമിലേക്ക് അങ്ങ് പോകുമായിരുന്നു. അത്രമാത്രം വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഈ സെയിൻറ്റ് ജെറോം. അദ്ദേഹം ബേത്ലഹേമിൽ പോയി ഏകാന്തമായി താമസിച്ച് അങ്ങനെ അദ്ദേഹം യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിലെ അച്ഛനായത് തന്നെ അല്ലെങ്കിൽ പ്രീസ്റ്റായത് തന്നെ ഒരു സന്യാസ ജീവിതം നയിക്കണം എന്നുള്ള ഏക ആഗ്രഹത്തോടു കൂടിയാണ്. മറ്റാഗ്രഹമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ സെയിൻറ്റ് ജെറോം ഒരു വലിയൊരു പണ്ഡിതനായിരുന്നു, ട്രാൻസ്ലേറ്ററായിരുന്നു. സ്ട്രൈഡോൺ, സെയിൻറ്റ് ജെറോം ഓഫ് സ്ട്രൈഡോൺ എന്നും അദ്ദേഹത്തിൻ്റെ പേര് പറയണം. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയും. സെയിൻറ്റ് ജെറോം ഓഫ് സ്ട്രൈഡോൺ. ഇദ്ദേഹം നല്ലൊരു പരിഭാഷകനായിരുന്നു, വിവർത്തകനായിരുന്നു, ചരിത്രകാരകനായിരുന്നു, വിശുദ്ധനായ ഒരു മനുഷ്യനുമായിരുന്നു. ഇദ്ദേഹത്തോട് മാർപ്പാപ്പ പറഞ്ഞു, സുവിശേഷത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ വേണം. ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്, അതുകൊണ്ട് അത് സഭയിൽ ഔദ്യോഗികമായി അംഗീകരിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ സെയിൻറ്റ് ജെറോം സുവിശേഷം ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷം പുതിയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. മാർപ്പാപ്പ പറയാതെ തന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷം പഴയ നിയമത്തിലെ പുസ്തകങ്ങളും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. സുവിശേഷം ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. പഴയ നിയമം അദ്ദേഹം എബ്രായ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. സങ്കീർത്തനങ്ങൾ അദ്ദേഹം ഗ്രീക്കിൽ നിന്നും എബ്രായ ഭാഷയിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തു. 2 വിധ ട്രാൻസ്ലേഷനും അദ്ദേഹത്തിൻ്റെ അവൈലബിളാണ്. നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് ദ വൾഗേറ്റ്സ്, ദ ലാറ്റിൻ വൾഗേറ്റ് ബൈബിൾ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ബൈബിൾ കിട്ടും. നിങ്ങൾക്കത് നെറ്റിൽ കയറിയാൽ വായിക്കാനായിട്ട് പറ്റും. അത് ലാറ്റിനിലുള്ളതും അതിൻ്റെ താഴെ ഇംഗ്ലീഷുമായിട്ട് നിങ്ങൾക്കത് വായിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ലിങ്കൊക്കെ സേവ് ചെയ്തിട്ടേക്കാവുന്നേ ഉള്ളൂ. ലാറ്റിൻ നിങ്ങൾക്ക് വായിക്കാം, മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. അക്ഷരമല്ല, ഇംഗ്ലീഷ് അക്ഷരം തന്നെ ആയതുകൊണ്ട് വായിക്കാം. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത വേദപുസ്തകം ഏതാണ്ടൊരു 406 ആ വേദപുസ്തകത്തിൻ്റെ പരിഭാഷ പൂർത്തിയായി അത് പബ്ലിഷ് ചെയ്തു. ഇതാണ് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ബൈബിൾ, ദ ലാറ്റിൻ വൾഗേറ്റ്. ഈ ലാറ്റിൻ വൾഗേറ്റിലെ 55-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം, ലാറ്റിൻ വൾഗേറ്റിലെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം എഴുതുന്നവർ. ഈ ലാറ്റിൻ വൾഗേറ്റിലെ 55-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, സങ്കീർത്തനമാണ് ഞാൻ ഉദ്ദേശിച്ചത്, സങ്കീർത്തനം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളിലും മലയാളം ബൈബിളും 56-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. നമുക്കതൊന്ന് വാക്കൊന്ന് നോക്കാം. അവിടെ നിന്നാണ് ഈ കോറം ഡെയോ എന്ന് പറയുന്ന വാക്ക് എടുത്തത്. നമ്മുടെ ഇപ്പോഴത്തെ ബൈബിൾ 56-ന്റെ 13, ലാറ്റിൻ ആണെങ്കിൽ 55-ന്റെ 13. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കോറം ഡെയോ. ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. For thou hast delivered my soul from death, that I may walk before God. ദൈവത്തിൻ്റെ മുമ്പാകെ, ബിഫോർ ഗോഡ്. NLT ആരുടെ കയ്യിലുണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചോ. ഇൻ യുവർ പ്രസൻസ് ഓഫ് ഗോഡ്. സോ ദൈവത്തിൻ്റെ മുമ്പാകെ, ബിഫോർ ഗോഡ്, അതും ദൈവത്തിന് മുമ്പാകെ എന്നാണ്. ഇൻ യുവർ പ്രസൻസ് ഓഫ് ഗോഡ്, നിന്റെ സാന്നിധ്യത്തിൽ. Are you with me? Listen very carefully. നിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, നിന്റെ സാന്നിധ്യത്തിൽ, ഇൻ യുവർ പ്രസൻസ് ഓഫ് ഗോഡ്. ഇനി ഇതിൻ്റെ ലാറ്റിനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ, നമുക്ക് ലിറ്ററൽ ട്രാൻസ്ലേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ. തീർന്നില്ല. ഡെയോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമെന്നാണ്. യജമാനൻ, പ്രഭു, ദൈവം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഡെയോ എന്ന് പറയുന്ന വാക്ക്. ഡെയോ, DEO, ഡെയോ. കോറം എന്ന് പറയുന്ന വാക്കിൻ്റെ
ശരിക്കും നമ്മൾ ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കോറം എന്ന് പറയുന്ന വാക്ക് മുഖത്തിന് മുമ്പാകെ എന്നാണ്. എന്താ ഞാൻ പറഞ്ഞേ? എവിടെയാണ്? മുഖത്തിന് മുമ്പാകെ. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, ഞാൻ എൻ്റെ മുഖം ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്തിന് മുമ്പാകെ അല്ല. ഐ വിത്ത് മീ? നിങ്ങൾ എൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്, എന്നെ നിങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുഖം നിങ്ങളുടെ മുഖത്തിലേക്ക് തിരിക്കാതെ ഞാൻ വേറെടുത്ത് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്തിന് മുമ്പാകെ അല്ല. അപ്പം മുഖത്തിന് മുമ്പാകെ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മുഖം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയും നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരു സ്ഥിതി, അതാണ് മുഖത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ നോക്കുവാൻ അവനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവനും നമ്മളെ നോക്കുന്നു, നമ്മളവൻ്റെ മുഖത്തിന് മുമ്പാകെ നിൽക്കുന്നു. അപ്പം കോറം ഡെയോ എന്ന് പറയുമ്പോൾ ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ എപ്പോഴും ജീവിക്കുന്നതാണ് കോറം ഡെയോ. ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ, ഒരുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴെ ദൈവനാമ മഹത്വത്തിനായി എപ്പോഴും ആയിരിക്കുന്നതിനെയാണ് കോറം ഡെയോ എന്ന് പറയുന്നത്. അതൊരു തിയോളജിക്കൽ എക്സ്പ്ലനേഷനാണ് കോറം ഡെയോയ്ക്കുള്ളത്. അവരുടെ വാക്കിനൊക്കെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ തിയോളജിക്കൽ എക്സ്പ്ലനേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ റിഫോംഡ് ലീഡേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിന് മുമ്പാകെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴെ ദൈവനാമ മഹത്വത്തിനായി എപ്പോഴും ജീവിക്കുന്നതാണ് കോറം ഡെയോ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? ഒരു ഉത്തരം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളൂ, പറയണ്ട. എന്തിനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? നിങ്ങൾ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി പടയ്ക്കുന്നവരാണ് നമ്മൾ. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ സ്വർണ്ണ തെരുവീതികളുണ്ട്, പളുങ്ക് നദിയുണ്ട്, നമുക്ക് വലിയ കൊട്ടാരങ്ങൾ, അങ്ങനെ വേദോസം പറയുന്നില്ല എങ്കിലും അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വലിയ കൊട്ടാരങ്ങൾ, വീടൊക്കെ നമ്മുടെ എല്ലാം പേരെഴുതി വെച്ചവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വർഗത്തിൽ പോകാനായിട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾക്കെന്തോ നേടാൻ വേണ്ടിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ പിന്നെ അതങ്ങ് വിട്ടേക്കാം, സ്വർഗത്തിൽ പോകുന്ന കാര്യം വിട്ടേക്കാം. രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? നിത്യത പ്രാപിക്കാൻ വേണ്ടിയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്തോ നേടാൻ വേണ്ടിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അതും കുഴപ്പത്തിലായില്ലേ? എന്നാൽ അതും വിട്ടേക്കാം നമുക്കങ്ങ്. എന്തിനാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? നമുക്ക് ദൈവരാജ്യം കൈവശമാക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെന്തോ കൈവശമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾക്ക് സ്വർണ്ണത്തെരുവീതിലൂടെ നടക്കാനും പളുങ്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കുവാനും ദൈവം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ മാൻഷൻ്റെ അകത്ത് കയറി രാജാക്കന്മാരെ പോലെ താമസിക്കുവാനും ദൈവരാജ്യം കൈവശമാക്കുവാനും ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുവാനും നിത്യത പ്രാപിക്കുവാനും നിത്യമായി ജീവിക്കുവാനും നിങ്ങളെന്തൊക്കെയോ പ്രാപിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി എന്തോ പ്രാപിക്കാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷ പൂർണ്ണമല്ല, ശരിയായതല്ല. ആകെ പ്രശ്നമായില്ലേ? പ്രശ്നമായില്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, പ്രശ്നമാണെങ്കിൽ ഇപ്പം തന്നെ തിരുത്താവുന്നേ ഉള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. എനിക്കെന്ത് കിട്ടുമെന്നുള്ളതല്ല, എനിക്കെന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടത്
ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. നമുക്കറിയാലോ 5 സോളാസ് നമുക്കറിയാം. വേദപുസ്തകം മാത്രം, തിരുവെഴുത്തുകൾ മാത്രം, യേശു ക്രിസ്തുവിലൂടെ മാത്രം, വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം. അടുത്തത് ദൈവനാമ മഹത്വത്തിനായി മാത്രം. ദൈവം നിങ്ങളെ സ്നേഹിച്ചതും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും അവൻ്റെ നാമമഹത്വത്തിനായിട്ടാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടത് സ്വർഗത്തിൽ പോകാമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, സ്വർണ്ണത്തിരുവീതിയിൽ നടക്കാമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, പിന്നെയോ എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം എന്ന് വിചാരിച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ കോറം ഡേയോ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുക, ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ നമ്മളായിരിക്കുക, ദൈവത്തിൻ്റെ കാഴ്ചയ്ക്ക് മുമ്പാകെ നമ്മളായിരിക്കുക. എപ്പോഴാണ് ആയിരിക്കുന്നത്? എപ്പോഴും ആയിരിക്കുക. അവൻ്റെ സർവാധികാരത്തിന് കീഴെ, അണ്ടർ ഹിസ് സോവറിനിറ്റി, അവൻ്റെ സോവറിൻ അധികാരത്തിന് കീഴെ എപ്പോഴുമായിരിക്കുക. ഒന്നിലും എനിക്ക് യാതൊരു അധികാരങ്ങളുമില്ല, സകലതും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അണ്ടർ ഹിസ് സോവറിൻ അതോറിറ്റിക്ക് കീഴെ ആയിരിക്കുക. മൂന്നാമതായി സകലതും ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുക. ഇതിനെയാണ് കോറം ഡേയോ. വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ്? ഇറ്റ് ഈസ് കോറം ഡേയോ. എന്താണ് കോറം ഡേയോ എന്ന് പറഞ്ഞാൽ? എപ്പോഴും ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുന്നതാണ് കോറം ഡേയോ. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. ഇതിന് ഒരു എക്സ്പ്ലനേഷൻ കൂടെ ആവശ്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്, എപ്പോഴും അങ്ങനെ ജീവിക്കുന്നതാണ് കോറം ഡേയോ. എപ്പോഴും എന്ന് പറഞ്ഞാൽ 24/7. 24/7. ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ രാവിലത്തെ പ്രാർത്ഥനാ സമയത്തും വൈകുന്നേരത്തെ പ്രാർത്ഥനാ സമയത്തും മാത്രമല്ല, ഞാൻ 24 മണിക്കൂറും 7 ഡേയ്സും ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. 24 മണിക്കൂർ. എൻ്റെ ബിസിനസ് ഞാൻ ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഞാൻ ജോലി ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഞാൻ ഫിഷ് മാർക്കറ്റിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഞാൻ അവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. തിങ്ക് അബൌട്ട് ദാറ്റ്. നിങ്ങൾ വൈകുന്നേരം ചെന്നിട്ട് മത്തി മേടിക്കുന്നു. ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എവറിത്തിങ് ദാറ്റ് ഐ ഡു, എവരിവെയർ വെയർ ഐ ഗോ, ഇറ്റ് ഈസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നെവർ, നോ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ. എന്നോട് ചേർന്ന് പറയാമോ? നോ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞേ, നോ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ. മറന്നു പോകരുത് ഈ വാക്ക്. നോ ഡിഗ്രി ഓഫ്. ഒരു ചെറിയ അളവിൽ പോലും ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ ഒരു നിമിഷാർദ്ധം പോലും മാറി നിൽക്കുന്നില്ല. നോ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ. എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലാണ്. ഈ ദൈവസന്നിധി എന്താണെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ബാക്കി 2 കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല. അതായത് ദൈവസന്നിധിയിലായിരിക്കുക, ദൈവത്തിൻ്റെ സർവാധികാരം, സോവറിറ്റിക്ക് കീഴിലായിരിക്കുക, ദൈവനാമ മഹത്വത്തിനായിരിക്കുക. ഇതാണ് കോറം ഡേയോ. അതിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴിലായിരിക്കുക, ദൈവനാമ മഹത്വത്തിനായിട്ടായിരിക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നില്ല. ദൈവസന്നിധിയിലായിരിക്കുക എന്ന് മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. എന്താണ് ശരിക്കും പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്ന് പറയുന്നത്? അതായത് ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിലും നിത്യതയിലും, യഥാർത്ഥത്തിൽ നമ്മുടെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നസെൻസ് ഈ ലോകത്തിലും നിത്യതയിലും ദൈവം മുമ്പാകെ അവൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ ജീവിക്കുന്നതാണ് ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത്. ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവനോടുള്ളൊരു ഫെലോഷിപ്പിൽ എപ്പോഴും ജീവിക്കുന്നതാണ് നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഞാനൊരു എക്സ്പ്ലനേഷൻ പറയാം നിങ്ങളോട്. 1-2 സംഭവങ്ങളിലേക്ക് ഇനി നമ്മൾ പോവുകയാണ്. ഞാനിങ്ങനെ
പറഞ്ഞുകൊണ്ടിരിക്കാതെ ഓരോ സംഭവത്തിലും ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് നിങ്ങളോട് ആ സംഭവത്തിൻ്റെ പാർട്ടാകണം. ഓരോ സംഭവത്തിനും ഓരോ പ്രത്യേകതകളും ഉണ്ട്. കുറേ സംഭവങ്ങൾ ഞാൻ പറയും, സമയം തീരുന്ന വരെ ഞാൻ കുറേ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. യാക്കോബ് തൻ്റെ വീട്ടിൽ നിന്നും, ബേർശേബയിലുള്ള തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ വീട്ടിലേക്ക് പോയി, പദനരാമിലേക്ക് പോയി. പോയ വഴിക്ക് കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആ സംഭവത്തിൽ യാക്കോബിനോട് കൂടെ വരിക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമെല്ലാം മറന്നേരം യാക്കോബിനോട് കൂടെ വരിക, എങ്കിലേ നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ പദനരാമിലേക്ക് പോകുന്ന വഴിക്ക് വിജനമായ ഒരു സ്ഥലം കണ്ടു, ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലം കണ്ടു. അവിടെ എത്തിയപ്പോൾ സന്ധ്യയായി. അതുകൊണ്ട് അവൻ അവിടെ ഒരു കല്ല് തലേണയായി എടുപ്പിച്ച് അവനവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്നായിരുന്നു. പിന്നീട് യാക്കോബ് ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റി ബേഥേൽ എന്നാക്കി. ഇവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. കഥ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലൈറ്റായിട്ടിരിക്കരുത്. ആ കഥയ്ക്കകത്തേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി യാക്കോബിനോടൊപ്പം പറയണം. നിങ്ങളെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൻ അങ്ങനെ നേരത്തെ ഇറങ്ങിപ്പോയിട്ടുള്ള ആളല്ല. കാരണം അവൻ കൂടാരവാസിയായി വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന ഒരാളാണ്. അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം വളർന്ന ഒരാളാണ്. അവൻ ഏകനായി നടന്നു പോയി. അവൻ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് അവൻ ചെന്നു ചേർന്നില്ല. അതിനു മുമ്പായി രാത്രിയായി. ആ രാത്രിയിൽ വളരെ വിജനമായ ഒരു സ്ഥലത്ത് അവൻ എത്തിച്ചേർന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അവിടെ സത്രങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അവൻ അറിഞ്ഞുകൂടാ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരു കല്ല് തലേണയെ വെച്ച് അവൻ അവിടെ കിടന്ന് ഉറങ്ങി. ഉറക്കത്തിൽ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഓക്കെ, ആ സ്വപ്നം ഞാൻ മൊത്തമായിട്ട് വിശദീകരിച്ച് വായിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നേ. അവിടെ സ്വപ്നം കണ്ടപ്പോൾ യാക്കോബ് എന്താ സ്വപ്നം കണ്ടത്? അവൻ സ്വർഗത്തോളം എത്തുന്ന ഒരു ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി കണ്ടു. അതൊരു എർത്തിലി ഗോവേണിയല്ല, ഇറ്റ്സ് എ ഹെവൻലി വൺ. സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗോവേണിയെക്കുറിച്ച്. നിങ്ങൾ രാത്രിയിൽ സ്വപ്നം കാണുകയാണ് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. ആ ഗോവേണി തന്നെ സ്വർഗത്തിൽ നിന്നുള്ള ഗോവേണിയാണ്ട്. ഇറ്റ് ഈസ് ഷൈനിങ്, ഇറ്റ് ഈസ് വെരി ബ്രില്യൻറ്റ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗോവേണി യാക്കോബ് സ്വപ്നത്തിൽ കാണുകയാണ്. അത് സ്വർഗത്തോളം എത്തുന്നുണ്ട്. സ്വർഗീയമായ ദർശനം യാക്കോബിന് ലഭിക്കുകയാണ്. എന്നിട്ട് യാക്കോബ് വീണ്ടും സ്വപ്നത്തിൽ കാണുന്നത്, ഇതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗോവേണി. അതിൻ്റെ അങ്ങേ തലയ്ക്കൽ സ്വർഗമാണുള്ളത്. ഇതിലൂടെ വീണ്ടും വളരെ ബ്രൈറ്റായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. Are you in the dream? Are you in the dream? ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ ഗോവേണിയുടെ ഏറ്റവും മുകളിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം യാക്കോബിനോട് സംസാരിക്കുകയാണ്. എന്താണ് യാക്കോബിനോട് ദൈവം സംസാരിച്ചത്? ദൈവം അബ്രഹാമിന് കൊടുത്ത ആലോചനകൾ, വാഗ്ദത്തങ്ങൾ യാക്കോബിനോട് ദൈവം സംസാരിക്കുകയാണ്. ഇതാണ് യാക്കോബ് കണ്ട സ്വപ്നം. ഈ സ്വപ്നം കണ്ട് യാക്കോബ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് യാക്കോബ് ഞെട്ടി ഉണർന്ന് കഴിഞ്ഞപ്പോൾ യാക്കോബ് ഈ സ്വപ്നത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഇതുപോലൊരു സ്വപ്നം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ കണ്ടു, ഇപ്പം നിങ്ങളെ കണ്ടു. പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി ഉണർന്നു. എന്താണ് ഈ നിങ്ങൾ കണ്ട സ്വപ്നം എന്നതിനെക്കുറിച്ച് ആരും ചോദിക്കാതെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ എന്ത് കണ്ടു അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ്. വളരെ ആത്മാർത്ഥമായ പ്രതികരണമാണ്. ഒന്നും മറച്ചു വെക്കാത്ത പ്രതികരണമാണ്. അവന് പറയാൻ കഴിയുന്ന വാക്കുകൾ ഉപയോഗിച്ച് അവനത് പറയുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് യാക്കോബ് പറഞ്ഞ വാക്കുകളൊന്ന് വായിക്കാം. ഉൽപ്പത്തി 28:16 മുതൽ 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ യാക്കോബ് ഉറക്കം ഉണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്തേക്ക് പോകണം. ഞാനോ അത് അറിഞ്ഞില്ല. എന്താ യാക്കോബ് പറഞ്ഞത്?
യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. അപ്പൊ ആ സ്ഥലത്ത് മാത്രമേ യഹോവയുള്ളൂ. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ഹീസ് ഓംനി പ്രസന്റ് എന്നുള്ളതാണ്. ഓംനി പ്രസന്റ്, അത് ദൈവം എല്ലാവരും ഓടിച്ചെല്ലുന്നത് കൊണ്ടല്ല ഓംനി പ്രസന്റ് ആയിരിക്കുന്നത്. അത് അവൻ്റെ ഒരു സവിശേഷതയാണ്, അവൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓംനി പ്രസന്റ് അല്ലെങ്കിൽ അവൻ ദൈവമല്ല. ഓംനി പ്രസന്റ് എന്നുള്ളത് അവൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അവൻ എല്ലാവരും ഓടിച്ചെല്ലുന്നത് കൊണ്ടല്ല, അവൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഹീസ് ഓംനി പ്രസന്റ്, ഹീസ് ഒംനീസിയന്റ്. സകലതും അറിയാവുന്നവനാണ്, സകലയിടത്തും അവൻ സന്നിഹിതനാണ്, സർവ സ്ഥലങ്ങളിലും സന്നിഹിതനാണ്. അപ്പോൾ യാക്കോബ് ഇവിടെ പറയുന്നത്, ഈ സ്ഥലത്ത് യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് യഹോവയുണ്ടെന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താണ് പ്രത്യേകതയുള്ളത്? ഈ സ്ഥലത്ത് യഹോവയുണ്ടെന്ന് യാക്കോബ് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ യഹോവയുള്ളതിന് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അല്ലെ പിന്നെ എന്തിനകത്ത് പറയുന്നത്? എല്ലായിടവും യഹോവയില്ലേ? അപ്പൊ യഹോവയുടെ ഒമ്നി പ്രസൻസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എല്ലായിടമുള്ള അവൻ്റെ സാന്നിധ്യമാണ്, അവൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഈ യാക്കോബ് ഇവിടെ പറയുന്നത് ഒരു പ്രത്യേകമായ ദൈവസാന്നിധ്യമാണ്. അതൊന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ വേറെ വാക്യം കൂടെ വായിക്കാം. മനസ്സിലായി കാണും നിങ്ങൾക്ക് ഇപ്പോഴേ, നല്ലത് വിശ്വസിക്കാൻ വേണ്ടി വായിക്കാം. അത് നമുക്ക് അതിലേക്ക് കുറച്ച് ആഴത്തിലേക്ക് വരാനുണ്ട്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 33-ന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. അപ്പൊ മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ് കാണണം. ഓർക്കണേ, ഈ മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഞാൻ അവനോടൊരു സ്നേഹിതനോടെന്ന വണ്ണം മുഖാമുഖം സംസാരിച്ചു എന്നാണ്. അറിയ ടയർഡ്? നിങ്ങൾ ടയർഡൊന്നും അല്ലല്ലോ. ദൈവം പറഞ്ഞത് ഞാൻ ഈ മോശയോട് മുഖാമുഖം. ആ മോശ പറയാണ്, എനിക്ക് നിന്റെ തേജസ് കാണണം. തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പം ദൈവം മോശയോട് മുഖാമുഖം സംസാരിച്ചപ്പോഴും മോശ എന്ത് ചെയ്തില്ല? He did not see his glory. ദൈവത്തിൻ്റെ തേജസ് അവൻ കണ്ടില്ല. ഓക്കെ, ജസ്റ്റ് ഫോർ എ മിനിറ്റ്. നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു, തല നെറ്റിയൊക്കെ ഇങ്ങനെ ചുളുങ്ങി പലരൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോളും. എന്നിട്ട് മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. സംതിങ് ഗ്രേറ്റർ ഗ്ലോറി. എന്നിട്ട് ദൈവം പറഞ്ഞ മറുപടിയാണ്, നമുക്ക് ഒത്തിരി അവിടെ നിൽക്കുന്നില്ല ഞാൻ. ദൈവം പറഞ്ഞ മറുപടി, എൻ്റെ തേജസ്, ഓക്കെ, നിനക്ക് എൻ്റെ തേജസ് കാണാം. ഇത് എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ദൈവം ആദ്യം മോശയോട് പറഞ്ഞത്, എന്നെ കണ്ടിട്ടൊരു മനുഷ്യനും ജീവനോടെ ഇരിക്കില്ല, അതുകൊണ്ട് നിനക്ക് എൻ്റെ തേജസ് കാണാൻ കഴിയത്തില്ല. ഓക്കെ, അതൊക്കെ പൊയ്ക്കോട്ടെ, നമ്മളങ്ങോട്ട് നിൽക്കുന്നില്ല. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അടുത്തോട് വായിച്ചോ. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു. അപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കും, എന്നിട്ട് ഞാൻ അത് കൈകൊണ്ട് അത് മറയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. കാരണം ദൈവത്തിൻ്റെ തേജസ് കണ്ടിട്ട് മനുഷ്യൻ ജീവിച്ചിരിക്കില്ല. അതിനുശേഷം ദൈവം പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നീ എൻ്റെ കടന്നു പോകുമ്പോൾ കാണും, എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അടുത്ത വാക്കിട്ടാട്ടെ, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവത് അല്ല. ദൈവത്തിൻ്റെ തേജസ്സിന് പിൻഭാഗവും മുഖവുമുണ്ടോ? ദൈവത്തിൻ്റെ തേജസ്സും ദൈവം ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. ടാൻജിബിൾ അല്ലാത്ത ഇൻടാൻജിബിൾ ആണ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത്. ഇൻടാൻജിബിളായ ദൈവത്തിൻ്റെ തേജസ്സിന് എങ്ങനെയാണ് പിൻഭാഗവും മുൻഭാഗവും ഉണ്ടാകുന്നത്? പിൻഭാഗം മുൻഭാഗം എന്നതും എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കുമെന്ന് പറഞ്ഞതും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിച്ച ഭാഷ വാക്കുകൾ എന്നേ ഉള്ളൂ. എന്നാൽ
ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുഖമെന്നതും പിൻഭാഗമെന്നതിനും വ്യത്യസ്തമായ തേജസ്സിൻ്റെ അളവും ഉണ്ട്. Are you with me? You are getting it? അപ്പൊ എൻ്റെ തേജസ് നിനക്ക് കാണാൻ കഴിയില്ല, എൻ്റെ മുഖം നിനക്ക് കാണാൻ കഴിയില്ല. കണ്ടാൽ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അതിൻ്റെ ഫുൾ ഗ്ലോറിയിൽ, അതിൻ്റെ ഭയങ്കരമായ ഗ്ലോറിയിൽ കണ്ടാൽ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. എന്നാൽ എൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം നിനക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവ തേജസ്സിന് മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. ദൈവ സാന്നിധ്യത്തിന് മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. അപ്പോൾ ദൈവ തേജസ്സിൻ്റെ ഈ മൾട്ടിപ്പിൾ ലെവലിനെ ദൈവദാസന്മാർ പല രീതിയിൽ പറയാറുണ്ട്. ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് യാക്കോബിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ദൈവ സാന്നിധ്യത്തിൻ്റെ ഈ മൾട്ടിപ്പിൾ ലെവലിനെ ദൈവദാസന്മാർ പല വാക്കുകളിൽ പറയാറുണ്ട്, പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ ഒംനി പ്രസൻസ് ഓഫ് ഗോഡ്, അത് കഴിഞ്ഞിട്ട് ഇൻറ്റിമേറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്, അത് കഴിഞ്ഞിട്ട് മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇങ്ങനെ പലതരത്തിലും പല ദൈവദാസന്മാരും പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അതൊക്കെ ഇല്ല നമുക്ക് പറയാൻ കഴിയത്തില്ല, അതെല്ലാം തിയോളജിക്കൽ എക്സ്പ്ലനേഷൻസ് ആണ്. നമ്മളിവിടെ രണ്ട് കാര്യമേ എടുക്കുന്നുള്ളൂ. ഒന്ന് ഒംനി പ്രസൻസ് ഓഫ് ഗോഡ്, രണ്ടാമത് മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒംനി പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഈ സകലയിടത്തുമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ സകലയിടത്തുമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം രക്ഷിക്കപ്പെട്ടവരുടെ അടുത്തുമുണ്ട്, രക്ഷിക്കപ്പെടാത്തവൻ്റെ അവൻ നിൽക്കുന്നിടത്തുമുണ്ട്. നോഹയുടെ കാലത്തെ, നോഹയുടെ പ്രളയമെല്ലാം കഴിഞ്ഞപ്പോഴേ ദൈവം നോഹയും തമ്മിലൊരു ഉടമ്പടി ചെയ്തു. ഉടമ്പടിയൊക്കെ നിങ്ങൾക്കറിയാം, നോഹയുടെ ഉടമ്പടി. എന്നിട്ട് നോഹയുടെ ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഞാൻ മഞ്ഞും മഴയും ശീതവും വേനലും ഒന്നും നിർത്തത്തില്ല, എല്ലാവർക്കും അത് ലഭിക്കും, എല്ലാവർക്കും ലഭിക്കും. ഈ ഭൂമിയിലെ ദുഷ്ടന് ലഭിക്കും, ശുദ്ധന് ലഭിക്കും, സകലർക്കും മഞ്ഞും മഴയും ലഭിക്കും. എന്ന് മാത്രമല്ല, ഈ ഭൂമിയെ മൊത്തമായി ഞാൻ ഇനിയും എത്ര ദുഷ്ടത പ്രവർത്തിച്ചാലും ഞാൻ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. അപ്പോൾ ദൈവം അയക്കുന്ന മഞ്ഞും മഴയും ദുഷ്ടന്മാർക്കും നിരീശ്വരവാദികൾക്കും രക്ഷിക്കപ്പെട്ട നിങ്ങൾക്കും എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ നോഹയോട് പറഞ്ഞ ഈ ഉടമ്പടിയുടെ അർത്ഥം യഥാർത്ഥത്തിൽ ആ വാക്കുകൾ മാത്രമല്ല നിങ്ങൾ എടുക്കേണ്ടത്. ആ ഉടമ്പടി പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ അത്യാവശ്യമായ കാര്യങ്ങൾ സകല മനുഷ്യർക്കും ഞാൻ നൽകും. നമ്മൾ പലപ്പോഴും ഈ വേദപുസ്തകത്തിലെ പഴയ നിയമമാട്ടെ പുതിയ നിയമമാട്ടെ ഈ വാക്കുകൾ മാത്രമേ നമ്മൾ ഇങ്ങനെ നോക്കാറുള്ളൂ. അവരുടെ ഭാഷയിൽ ഇതൊക്കെ എന്താണ് ഉദ്ദേശിച്ചത് നമ്മൾ ചിന്തിക്കാറില്ല ആ ഒരു കാലഘട്ടത്തിൽ. അതിന് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഗ്രമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയും. നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. അപ്പോൾ നോഹയോട് ദൈവം കൊടുത്തിരിക്കുന്ന ഈ വാക്തത്വം ഈ ഭൂമിയിലുള്ള സകലർക്കും, നിരീശ്വരവാദിക്കും ഈശ്വരവിശ്വാസിക്കും, രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും, കൊടിയ കൊലപാതകയ്ക്കും തീവ്രവാദിക്കും സമാധാനപ്രേമിക്കും, എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും. ഇത് തന്നെ നമ്മൾ വിളിക്കുന്നത്, ഇത് നോഹയുടെ ഉടമ്പടി നമ്മൾ വിളിക്കുന്നത് കൃപയുടെ ഉടമ്പടി എന്നാണ്. നമ്മുടെ കൃപയുടെ ഉടമ്പടി അല്ല, അതിലേക്ക് ഞാൻ വരുന്നത്. ഈ നോഹയുടെ ഉടമ്പടി കൃപയുടെ ഉടമ്പടിയാണ്. ദുഷ്ടന്മാർക്കൊന്നും ഇത് കൊടുക്കേണ്ട കാര്യം ദൈവത്തിനില്ല, രക്ഷിക്കപ്പെടാത്തവർക്ക് ഇത് കൊടുക്കേണ്ട കാര്യം ദൈവത്തിനില്ല. പക്ഷെ ദൈവം കൃപയാൽ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും നിരീശ്വരവാദിക്കും സകലർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അത്യാവശ്യമായ സകല കാര്യങ്ങളും ദൈവം കൊടുക്കും. എല്ലാവർക്കും ഓക്സിജൻ ഉണ്ട്, എല്ലാവർക്കും വെള്ളമുണ്ട്, എല്ലാവർക്കും മഞ്ഞുണ്ട്, എല്ലാവർക്കും മഴയുണ്ട്, എല്ലാവർക്കും വെയിലുണ്ട്, എല്ലാവർക്കും ഈ ഭൂമിയിൽ അത്യാവശ്യമായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഞെട്ടുമായിരിക്കും ഞാൻ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ, എല്ലാവർക്കും രോഗസൗഖ്യവും ഉണ്ട്.
നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എന്താണ് ഈ രക്ഷിക്കപ്പെടാത്തവനെ എങ്ങാണ്ട് ശബരിമല ചെന്ന് പ്രാർത്ഥിച്ചപ്പോഴും സൗഖ്യമായെന്ന്? ഇറ്റ് ഈസ് എ കോമൺ ഗ്രേസ്. ഇറ്റ് ഈസ് എ കോമൺ ഗ്രേസ്. നിങ്ങളിവിടെ അത്യാവശ്യമായി ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. രോഗസൗഖ്യവും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മൾ വിളിക്കുന്ന പേര് കോമൺ ഗ്രേസ് എന്നാണ്. വാട്ട് ഇസ് ഇറ്റ്? വാട്ട് ഇസ് ഇറ്റ്? കോമൺ ഗ്രേസ്. ബട്ട് നിങ്ങൾക്കും എനിക്കും ലഭിച്ചിരിക്കുന്ന കൃപ, ഇറ്റ് ഈസ് ഗ്രേസ് അൺടു സാൽവേഷൻ, രക്ഷയ്ക്കായുള്ള ദൈവകൃപയാണ്. എനിക്ക് അതിലോട്ട് നിൽക്കാൻ സമയമില്ല, കാരണം നമ്മൾ രക്ഷയിലേക്ക് പിന്നെ പോകേണ്ടി വരും. അങ്ങനെ പോയാൽ നമ്മൾ ഇത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ കോമൺ ഗ്രേസ് അല്ല, എ ഗ്രേസ് അൺടു സാൽവേഷൻ, രക്ഷയ്ക്കായുള്ള ദൈവകൃപയാണ്. അത് എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. എല്ലാവർക്കും ലഭിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യാത്തത്? രക്ഷയിലേക്ക് വരാത്തത്. നമ്മൾ സുവിശേഷം പറയാഞ്ഞിട്ടല്ല, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കാൾ മുമ്പുള്ള എത്രയോ സുവിശേഷകർ ലോകത്തിലുള്ള എല്ലാവരോടും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അനേകരോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കേട്ടവരെല്ലാം രക്ഷയിലേക്ക് വന്നില്ലല്ലോ. കാരണം നമുക്ക് രക്ഷയ്ക്കായുള്ള ദൈവകൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവകൃപ ഏറ്റവും പ്രധാനമായിട്ടെങ്കിലും രണ്ട് തരത്തിലുണ്ട്. ഇറ്റ്സ് എ കോമൺ ഗ്രേസ് ആൻഡ് എ ഗ്രേസ് അൺടു സാൽവേഷൻ. ദാറ്റ് ഇസ് വാട്ട് വി ഗോട്ട്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കേണ്ടത് കോമൺ ഗ്രേസിൽ നിൽക്കുക എന്നുള്ളതല്ല, പിന്നെന്താണ്? The grace unto salvation. You get it? അപ്പോൾ കോമൺ ഗ്രേസിൻ്റെ കഥയൊക്കെ വിട്ടേക്കണേ. ഇനി അതിന് നമുക്കുള്ളതല്ല, അത് മക്കളുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അത് വിട്ടേരെ. കോമൺ ഗ്രേസ് കൊണ്ട് സൗഖ്യം ഉണ്ടാവും, വിട്ടേരെ. കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യത്തിൽ. എന്തുകൊണ്ട് അവർക്ക് സൗഖ്യം ഉണ്ടാകുന്ന പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആകേണ്ട. ഇറ്റ്സ് എ കോമൺ ഗ്രേസ്. ബട്ട് വി ഹാവ് ഗ്രേസ് അൺടു സാൽവേഷൻ. അപ്പോൾ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്, ദ ഒംനി പ്രസൻസ് എന്ന് പറയുന്നത് സകലയിടത്തുമുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലുമുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിലുണ്ട്, നിരീശ്വരവാദിക്കിടയിലുണ്ട്. ഒരു നിരീശ്വരവാദി ദൈവമില്ലെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെയും എന്തുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. ദാറ്റ് ഈസ് ഓംനി പ്രസൻസ്. ദാറ്റ് ഈസ് ഓംനി പ്രസൻസ്. മറ്റൊരു ദൈവ സാന്നിധ്യമുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ദ മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ദ മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പോൾ കോറം ഡെയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒംനി പ്രസൻസിലായിരിക്കുന്നതല്ല, അവൻ്റെ മാനിഫെസ്റ്റ് പ്രസൻസിലായിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവനുമായി ഒരു കൂട്ടായ്മയിൽ എപ്പോഴും ആയിരിക്കുന്നതാണ് ദൈവസാന്നിധ്യത്തിലായിരിക്കുക എന്ന് പറയുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നീട് മനസ്സിലാക്കാതെ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു. അപ്പോൾ ദൈവസാന്നിധ്യത്തിലായിരിക്കുക, അത് കോറം ഡെയോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട്. എന്ത് സാന്നിധ്യത്തെയാണ്? നോട്ട് ദ ഒംനി പ്രസൻസ് അല്ല, പിന്നെയോ ദ മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ആർ യു ഇൻ കോറം ഡെയോ? ആർ യു ലിവിങ് ഇൻ കോറം ഡെയോ? എന്നാലോചിച്ച് നോക്കി, ദൈവത്തിൻ്റെ മാനിഫെസ്റ്റ് പ്രസൻസിൽ ആണോ നിങ്ങൾ ജീവിക്കുന്നത്? 24/7. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ ലൈഫിലേക്ക് വന്നിട്ടില്ല, ഇതുവരെ എൻട്രി ചെയ്തിട്ടില്ല. അതിൻ്റെ വഴിയിൽ, എൻട്രൻസിൽ നിങ്ങൾ നിൽക്കുന്നേ ഉള്ളൂ. അകത്തേക്ക് കുറച്ചുകൂടെ കയറണം. ദ മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ നടക്കുമ്പോൾ, പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ, ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ, യു മസ്റ്റ് ഫീൽ ദാറ്റ് യു ആർ ഇൻ ദ മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. നോട്ട് ഇൻ ദ ഒംനി പ്രസൻസ് ഓഫ് ഗോഡ്, ഇൻ ദ മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ഐ ആം ഫീലിംഗ് ദാറ്റ് മാനിഫെസ്റ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. അങ്ങനെ ജീവിക്കുന്നതിനെയാണ് കോറം ഡെയോ എന്ന് പറയുന്നത്. യാക്കോബ് അതാണ് പറഞ്ഞത്, ഇവിടെ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റ് പ്രസൻസ് ഉണ്ട്, അത് ഞാൻ അറിഞ്ഞില്ല. അവൻ്റെ ഒംനി പ്രസൻസ് എല്ലായിടത്തുമുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കിടന്നുറങ്ങിയ ഈ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ മാനിഫെസ്റ്റ് പ്രസൻസ് എന്നെ അന്വേഷിച്ചു വന്നു. അത് ഞാൻ അറിയാതെയാണ് ഇവിടെ വന്ന് കിടന്നുറങ്ങിയത്. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റ് പ്രസൻസ് ഞാൻ അനുഭവിച്ചറിയുന്നു. I feel it, I experience it, and I am in a fellowship with God in that manifest presence of God. അതാണ് യാക്കോബ് പറഞ്ഞത്.
എന്നിട്ട് യാക്കോബ് ഈ മാനിഫെസ്റ്റ് പ്രസൻസിനെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്. നമ്മൾ വളരെ ലൈറ്റായിട്ട് എപ്പോഴും പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ട്. അടുത്ത വാക്യം വായിക്കാം നമുക്ക്. ഉൽപ്പത്തി 28:17. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ ഈ വാക്കിനർത്ഥം ഭയങ്കരം എന്ന് പറഞ്ഞാൽ? എൽജീവനെ നമ്മുടെ ബുക്ക് ചെയ്ത് എൽജീവനോട് പറഞ്ഞ് നമ്മൾ മൂന്നാറിൽ പോവാണെന്ന് വിചാരിക്കുക. നമ്മൾ മൂന്നാറിൽ ചെന്ന് മൂന്നാറിലെ സൈറ്റും കാഴ്ചയൊക്കെ കണ്ടാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത് മൂന്നാറിനെ കുറിച്ച്? മനോഹരം അല്ലേ? മനോഹരം, ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ, മനോഹരം. ചൂടൊക്കെ ഞങ്ങളുടെ സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞ ജോർജിയസ്. നീ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞ മാർവലസ്. ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? നിങ്ങളൊരു സ്ഥലത്തെ കണ്ടിട്ട് ഭയങ്കരം എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് നോ അതർ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് അർത്ഥമൊന്നുമില്ല. എന്താ അർത്ഥം? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാനില്ല. എന്താ ഇന്നതാണെന്ന് പറയാനില്ല. ഭയങ്കരമെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. എനിക്കതിനെ വിശദീകരിക്കുവാൻ വാക്കുകളില്ല. അതെന്താണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വാക്കുകളില്ല. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്ക്, ഒരു ഭയങ്കരമായ വാക്ക് യാക്കോബ് ഉപയോഗിച്ചു. ഭയങ്കരം തന്നെ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓസം. അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായ സാന്നിധ്യമാണ്. അവൻ്റെ മാനിഫെസ്റ്റ് പ്രസൻസ് ആണ്. അവൻ്റെ ഭയങ്കരമായ സാന്നിധ്യമാണ്. ഹൗ ഓസം ദിസ് പ്ലേസ്. NKJV അങ്ങനെയാണ്, ഹൗ ഓസം ദിസ് പ്ലേസ്. അപ്പോൾ യാക്കോബ് രണ്ട് കാര്യം പറഞ്ഞു. ഹിയർ ഈസ് ഗോഡ്സ് മാനിഫെസ്റ്റ് പ്രസൻസ്. ഇവിടെ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റ് പ്രസൻസ് ഉണ്ട്. ആ മാനിഫെസ്റ്റ് പ്രസൻസിനെ വിശേഷിപ്പിക്കാൻ ഒരു വാക്കുമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ എന്ത് വിളിക്കുന്നു? ഭയങ്കരം തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ദൈവസാന്നിധ്യം അതിഭയങ്കരമായ സാന്നിധ്യമാണ്. നമുക്ക് വിശേഷിപ്പിക്കാനുള്ള വാക്കില്ല. ഈ അതിഭയങ്കരമായ ദൈവസാന്നിധ്യത്തിൽ 24 മണിക്കൂറും 7 ഡേയ്സും എവിടെ പോയാലും നിങ്ങളായിരിക്കുന്ന അനുഭവത്തെയാണ് കോറം ഡേയോ എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. ആർ യു ഇൻ ക്രിസ്ത്യൻ ലൈഫ്? ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ ലൈഫ്? ഇല്ലെങ്കിൽ നിങ്ങൾ ത്രഷോളിൽ നിൽക്കുന്നുള്ളൂ. യു ആർ ബീങ് ഇൻവൈറ്റഡ് ടു എൻറ്റർ. വായിക്കാം 1 തിമോത്തിയോസ് 6:15-16. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ. ദൈവസാന്നിധ്യത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. പൗലോസ് പറയുകയാണ് 16-ാമത്തെ വാക്യത്തിൽ, മനുഷ്യർ ആരും 16-ാമത്തെ വാക്യത്തിൽ അമർത്യമുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. അതാണ് ദൈവസാന്നിധ്യം. ദൈവം എവിടെ വസിക്കുന്നു? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അവൻ വസിക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് NKJV അവിടെ പറയുന്ന വാക്ക് അൺഅപ്രോച്ചബിൾ ലൈറ്റ് എന്നാണ്. അൺഅപ്രോച്ചബിൾ ലൈറ്റ്. അടുത്തുകൂടാത്ത, നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വണ്ണമുള്ള വെളിച്ചത്തിൽ ദൈവം വസിക്കുന്നു. എന്നാൽ NKJV പറയുന്നത് ലൈറ്റ് സോ ബ്രില്യൻറ്റ് ദാറ്റ് നോ ഹ്യൂമൻ ക്യാൻ അപ്രോച്ച് ഹിം. ഒരു മനുഷ്യനും അടുത്തുകൂടാതെ വണ്ണമുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങ് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത വാക്യത്തിൽ അവിടെ പറയുന്നത് മനുഷ്യരാരും കാണാത്തവനും മനുഷ്യർക്ക് ആർക്കും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം എന്ന് അവിടെ പൗലോസ് പറയുന്നു. പൗലോസ് പറയുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത് അടുത്തുകൂടാൻ കഴിയാത്ത, മനുഷ്യർക്കാർക്കും അടുത്ത് ചെല്ലുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം എന്നത്. ഓക്കെ, ഞാൻ വീണ്ടും വേറെ വേദഭാഗത്തിലേക്ക് ഞാൻ പോവാണ്. കുറച്ച് ഞാൻ വിട്ടിട്ട് പോവുകയാണ്. കാരണം സമയം പോകുന്നത് നിങ്ങൾ വായിച്ച് നോക്കണ്ട, ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ നോക്കണ്ട.
ഒന്ന് രാജാക്കന്മാർ 19-ാമത്തെ അധ്യായം. 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ ഏലിയാവിൻ്റെ ചരിത്രമാണ്. ഏലിയാവ് ദൈവം പ്രത്യക്ഷമാകുന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്. ഏലിയാവിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ആഹാബിനെ കണ്ടു. വരൾച്ചയ്ക്ക് ശേഷം ഏലിയാവ് ആഹാബിനെ കണ്ടിട്ട് പറഞ്ഞു, കർമ്മേൽ പർവ്വത മുകളിൽ ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഇസബലിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അശേരാദേവിയുടെ 400 പ്രവാചകന്മാരെയും വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന ചരിത്രം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. അങ്ങനെ ബാലിൻ്റെ 450 പ്രവാചകന്മാർ ഒരുമിച്ച് വന്നു. 2 കാളയെ കൊണ്ടുവന്നു. കാളയെ യാഗം കഴിക്കുവാനായി വെച്ചു. ബാലിൻ്റെ 450 പ്രവാചകന്മാർ വിളിച്ചിട്ടും അവരുടെ ബാല് പ്രത്യക്ഷമായില്ല. ഏലിയാവ് യാഗം കഴിച്ചു. ഏലിയാവിൻ്റെ യാഗമൃഗത്തിന്മേൽ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഏലിയാവ് ബാലിൻ്റെ 450 പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കീശോൻ തോട്ടിനരികെ വെച്ച് കൊന്നുകളഞ്ഞു. ഞാനീ പറഞ്ഞിടത്തെല്ലാം ബാലിൻ്റെ 450 പ്രവാചകന്മാരെ കൊന്നതേ ഞാൻ പറഞ്ഞുള്ളൂ. കൺഫ്യൂഷനായോ? ആയെങ്കിൽ വേദോസം വായിച്ചു നോക്കുക. ബാലിൻ്റെ 450 പ്രവാചകന്മാരെ മാത്രമേ കൊന്നുള്ളൂ. 850 പേരെ കൊന്നിട്ടില്ല. നിങ്ങൾ വേദോസം വായിച്ചു നോക്കുക, എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു വാക്യം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. 1 രാജാക്കന്മാർ എന്നോട് റിജിബിതലൊക്കെ വല്ലാതെ എന്നെ നോക്കുന്നു, ഒരു കൺഫ്യൂഷനായിട്ട്. 1 രാജാക്കന്മാർ 18:22. ഈ 450 ബാലിൻ്റെ പ്രവാചകന്മാരെയും 400 അശേരാദേവിയുടെ പ്രവാചകന്മാരെയും കൊണ്ടുവരുവാൻ ഏലിയാവ് ആവശ്യപ്പെട്ടു. എന്നാൽ വായിച്ചേ 18:22. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞാൻ ഒരുത്തൻ മാത്രമേ യഹോവയുടെ പ്രവാചകനായി ശേഷിച്ചിട്ടുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. അവിടെ അശേരാ ദേവിയുടെ പ്രവാചകന്മാരുടെ കാര്യം അവിടെ പറയുന്നില്ല, വന്നതായിട്ട് പറയുന്നില്ല. കൊണ്ടുവരണമെന്ന് പറഞ്ഞു, വന്നതായിട്ട് പറഞ്ഞില്ല. 18:40 വായിച്ചു നോക്കാം. 18:40. ഏലിയാവ് അവരോട് ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ. ഏലിയാവ് അവരോട് ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുതെന്ന് പറഞ്ഞു. അവർ അവരെ പിടിച്ചു. ഏലിയാവ് കീശോൻ തോട്ടിനരികെ വെച്ചവരെ കൊന്നു. ഓൺലി 450 പീപ്പിൾ. അവരെ മാത്രമേ ഏലിയാവ് കൊന്നിട്ടുള്ളൂ. ഒരു പക്ഷേ ബാക്കി 400 പേര് വന്നിട്ടില്ലായിരിക്കാം. വിട്ടുകളഞ്ഞാലേ, വന്നില്ലെങ്കിൽ നമുക്ക് ഇനി ഒരു സമയത്ത് അവരെ കൂട്ടിക്കൊണ്ട് വരാം. ഇപ്പം നമുക്ക് തൽക്കാലം അത് വിടാം, അവരെ വിട്ടുകളയാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഏലിയാവ് കൊന്നു കഴിഞ്ഞപ്പോൾ ഉള്ള സംഭവം നിങ്ങൾക്ക് അറിയാം. ഈ വിവരങ്ങളെല്ലാം ആഹാബ് ചെന്ന് ഇസബലിനോട് പറഞ്ഞു. ഇസബൽ പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ, അത് നാളെ ഈ നേരത്ത് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. നീ എത്ര ശക്തനാണെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏലിയാവ് അവിടെ നിന്നും ഓടി. അവൻ ഭയപ്പെട്ടു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിന്. വേദപുസ്തകത്തിൽ ഭയപ്പെട്ടു എഴുന്നേറ്റ് ഓടി. അവൻ ബേർശേബയിലേക്ക് ഓടി അവിടെ താമസിച്ചു. അവിടെ നിന്നും അവനെ മരുഭൂമിയിൽ ചെന്ന് ഒരു ചൂരച്ചിലയുടെ തണലിലിരുന്നു. ഐ വിത്ത് മീ? ഇച്ചിരി റിലാക്സ് ചെയ്തെന്ന് തോന്നുന്നില്ലേ? ഏലിയാവിനോട് കൂടെ പോവാം നമ്മൾ. മറക്കല്ലേ, ഏലിയാവിൻ്റെ കൂടെ പോകണം. വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. കർമ്മേൽ പർവ്വതത്തിലെ സംഭവം കഴിഞ്ഞ് ഇനി വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. കർമ്മേൽ പർവ്വതത്തിലെ സംഭവമാണ് വലിയ സംഭവം. ബാക്കിയൊന്നും നമുക്ക് വലുതായിട്ട് തോന്നിട്ടില്ല. നോ വിത്ത് മീ, കം വിത്ത് മീ, നോട്ട് വിത്ത് മീ, വിത്ത് ഏലിജ. ഏലിജയുടെ കൂടെ നമുക്കൊന്ന് പോകാം. ഏലിജയുടെ കൂടെ പോകാം. ഏലിജ ഈ ചൂരച്ചയുടെ തണലിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് ചത്താ കൊള്ളാം, മരിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇനി ശുശ്രൂഷയൊക്കെ മതി, എന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അവിടെ ഒരു ദൂതൻ അവന് ഒരു കനലിൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു. അത് കഴിച്ച് വീണ്ടും ഏലിയാവ് ഒരു 40 ദിവസം രാത്രിയും പകലും യാത്ര ചെയ്ത് ഹോരേബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നു, പർവ്വതത്തിൽ ചെന്നു. അവിടെ ഒരു ഗുഹയിൽ കയറി ഒരു രാത്രി അവൻ വിശ്രമിച്ചു. ഓക്കെ, അതിപ്പത്തി ഏലിജയുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പം നിങ്ങൾ ഗുഹയിലാണ്.
ഗുഹയിൽ ഏലിയാവിൻ്റെ കൂടെ വിശ്രമിക്കുകയാണ്. നിരാശയുണ്ട്, ഭാരമുണ്ട്, കൊല്ലപ്പെടുമെന്നുള്ള പ്രയാസമുണ്ട്, താൻ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്, ഇപ്പോൾ തനിക്കിങ്ങനെ വന്നല്ലോ എന്നുള്ള ചിന്തകളുണ്ട്. ഇതെല്ലാം ഏലിയാവിനെ ഭരിക്കുന്നുണ്ട്. അവൻ ഏകനായി ഒരു പുതപ്പും പുതച്ച് അവന് ഗുഹയിൽ താമസിക്കുകയാണ്. ഇനി വായിക്കാം 1 രാജാക്കന്മാർ 19:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കൃത്യസമയത്ത് നമുക്ക് നിർത്താൻ കേട്ടോ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ ആരും വായിച്ചു നോക്കിയായിരുന്നാൽ മതി, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏലിയാവ് അത് കേട്ടിട്ട് 11 മുതലല്ലേ? 11 മുതൽ. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ, അതാണല്ലോ നമ്മുടെ വാക്കല്ലേ അല്ലേ, യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇത് യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് വീണ്ടും വരുന്നു, യഹോവയുടെ മുമ്പിൽ പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവെ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അപ്പൊ ഇവിടെ കാറ്റിൽ യഹോവയില്ലായിരുന്നു, തീയിൽ യഹോവയില്ലായിരുന്നു, ഭൂകമ്പത്തിൽ യഹോവയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിലൂടെ ഒന്നും യഹോവ പ്രത്യക്ഷമാകുവോ സംസാരിക്കുകയോ ചെയ്തില്ല. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. കാറ്റിലും തീയിലും ഭൂകമ്പത്തിലും ഒന്നും യഹോവ പ്രത്യക്ഷമാകുവോ സംസാരിക്കുകയോ ചെയ്തില്ല. ഏലിയാവിനോട് സംസാരിക്കുകയോ ചെയ്തില്ല. ഇതിനെല്ലാം ശേഷം വളരെ മൃദുവായിട്ടുള്ള ഒരു ശബ്ദം ഏലിയാവ് കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഏലിയാവ് ഗുഹയിൽ നിന്നും വെളിയിലേക്ക് വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ദൈവം ഏലിയാവിനോട് പറഞ്ഞത്, നീ വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്നാണ് പറഞ്ഞത്. യഹോവയുടെ മുമ്പാകെ നിൽക്ക. യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാറ്റിൻ പദം, ഇന്ന് മൊത്തം ലാറ്റിനാണ്. നമ്മൾ ഗ്രീക്കും ഹീബ്രുവും വിട്ടു, ഇന്ന് മൊത്തം ലാറ്റിനൊക്കെയാണ്. തീർക്കാൻ പോവാണ്, ക്ഷീണിച്ചു പോകണ്ട, നമ്മളിപ്പോൾ തീരും, ഇപ്പോൾ അവസാനിക്കും. യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ലാറ്റിൻ പദം കോറം ഡൊമിനോ എന്നാണ്. കോറം ഡൊമിനോ, അതാണ് ആ വാക്ക്. കോറം എന്ന് പറയുന്ന വാക്ക് അവിടെ ഉണ്ട്, കോറം ഡൊമിനോ എന്നാണ്. രണ്ടാമത് വീണ്ടും യഹോവയുടെ മുമ്പാകെ എന്ന് പറയാൻ അവിടെ 2 യഹോവയുടെ മുമ്പാകെ എന്ന് പറയുന്നുണ്ട്. അവിടെ രണ്ടാമത് പറഞ്ഞ യഹോവയുടെ മുമ്പാകെ എന്ന് പറയാൻ ഉപയോഗിച്ചിരുന്ന വാക്ക് ആൻറ്റി ഡൊമിനസ് എന്ന് പറയുന്ന വാക്കാണ്. ഞാനൊന്ന് എടുത്തോട്ടെ. ഓക്കെ, ആൻറ്റി ഡൊമിനം എന്ന് പറയുന്ന വാക്കാണ് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. രണ്ടാമത് യഹോവയുടെ മുമ്പാകെ എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആൻറ്റി ഡൊമിനം എന്ന വാക്കാണ്. ഈ ഡൊമിനോ എന്ന് പറയുന്ന വാക്കും ഡൊമിനം എന്ന് പറയുന്ന വാക്കും ഡൊമിനസ് എന്ന് പറയുന്ന വേറൊരു ലാറ്റിൻ വാക്കിൽ നിന്ന് എടുത്താണ്. അതുകൊണ്ട് 2 വാക്കിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് ദൈവം എന്ന് പറയാം, പ്രഭുവെന്നോ യജമാനെന്നോ എന്നൊക്കെ പറയാം. അവിടെ ദൈവം എന്ന് പറയാം. ഈ കോറം എന്ന് പറയുന്ന വാക്കിനും ആൻറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെയും അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്, മുമ്പിൽ എന്നുള്ളതാണ്. മുമ്പിൽ, മുഖാമുഖമായി മുമ്പിൽ എന്നാണ്. ആൻറ്റി എന്ന് പറയുന്ന വാക്കിന് മുമ്പേ എന്ന് പറയുന്നൊരു അർത്ഥം കൂടെയുണ്ട്, എങ്കിലും മുമ്പ് എന്നാണ്. കാരണം അതിൽ ഉപയോഗിച്ചിരുന്ന എബ്രായ പദം മുമ്പ് എന്നാണ്. ഇനി നമ്മൾ ഇച്ചിരി പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനായിട്ട് പോവുകയാണ്. 1 രാജാക്കന്മാർ 19:11 ഇനി നമുക്കൊന്നുകൂടെ വായിക്കാം. ഞാൻ പറഞ്ഞ ഇത്രയും നിങ്ങൾ മനസ്സിലാവും. കോറം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് 19:11 ഒന്നുകൂടെ വായിക്കാം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇത് യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. ഇനി ഞാനിനി അത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചത്. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ഇരിക്കുന്ന വേദവസ്തു നോക്കണം. ഞാൻ ഈ കോറം എന്ന് പറയുന്ന വാക്കിൻ്റെ ആ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇട്ടിട്ടൊന്ന് വായിക്കാൻ പോവാണ്. നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അപ്പം ഇവിടെ ഇതാണ് ദൈവത്തിൻ്റെ
വലിയ സാന്നിധ്യം. ഇനി എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതല്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, പാറകളെ തകർക്കുന്ന, പർവ്വതങ്ങളെ കീറി മുറിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കടന്നു വന്നപ്പോൾ ഏലിയാവ് മുഖാമുഖത്തു നിന്ന് പുറത്തേക്ക് വന്നത് അവൻ്റെ പുതപ്പ് കൊണ്ട് അവൻ്റെ മുഖം മൂടിയാണ്. എന്താ ഏലിയാവിൻ്റെ പുതപ്പിൻ്റെ പ്രത്യേകത? എന്താ ഏലിയാവിൻ്റെ പുതപ്പിൻ്റെ പ്രത്യേകത? അതവൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പാണ്. 3 പ്രാവശ്യം നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിൻ്റെ പുതപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം നമ്മളിവിടെ കാണുന്ന ഇതാണ്, ഏലിയാവ് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് ഏലീശയുടെ മേൽ അഭിഷേകം പകരുമ്പോൾ തൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ എറിയുന്നതാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവൻ്റെ പുതപ്പ് താഴേക്ക് വരും. അവൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പാണ്. അപ്പോൾ ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ, അഭിഷിക്തൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വന്നപ്പോൾ അവൻ തൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പ് കൊണ്ട് അവൻ്റെ മുഖം മൂടിയാണ് വന്നത്. അല്ലാതെ അവന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുവാൻ കഴിയുമായിരുന്നില്ല. ഇതിനെക്കുറിച്ചാണ് യാക്കോബ് പറഞ്ഞത് ഭയങ്കരം തന്നെ എന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, എനിക്ക് അതിനൊരു ഗൗരവമായ ചിത്രം കിട്ടാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ ഇനി പറയാതെ അങ്ങ് വിടുന്നു. ഏറ്റവും അവസാനത്തിലേക്ക് വന്ന് ഞാനിത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് വിടുകയാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നത്? അതോടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാം. 2-3 മിനിറ്റോടെ മാത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പാകെ ആയിരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ആ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ കാണും. നിങ്ങൾ ക്ഷീണിച്ചോ? 2-3 കാര്യമുള്ളൂ. എങ്ങനെ നമുക്കിവിടെ നിൽക്കാൻ നമ്മൾ ചിന്തിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ, എങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിൽക്കുന്നതിന് വലിയ പരിപാടിയാണെന്ന് മനസ്സിലായി. ഇങ്ങനെ വേണം നമ്മൾ ജീവിക്കാനെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നത്? നമ്മുടെ സാധാരണ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഈ അടുത്ത സമയത്തായിട്ടൊരു നിരീശ്വരവാദിയുടെ ഒരു വീഡിയോ കണ്ടു. ഞാൻ നിരീശ്വരവാദിയുടെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളാരും കാണാൻ പോകണ്ട, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ക്രിസ്ത്യാനികൾ പറയുന്ന ദൈവം എപ്പോഴും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ദൈവമാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അന്നേരം അടിക്കുന്ന ദൈവമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാളെപ്പോഴും നിങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ നമ്മളെ അലോരസപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഒരാൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ നമ്മളെ ഇങ്ങനെ നോക്കുകയാണ്. ടെലസ്കോപ്പൊക്കെ വെച്ച് എവിടെല്ലാം പോകുന്നുണ്ട് എന്നിങ്ങനെ നോക്കി. ഇത്രമാത്രം അലോരസപ്പെടുത്തുന്ന ഒരു ചിന്ത വേറെയില്ല. ഇറ്റ്സ് എ നാഗിങ് എക്സ്പീരിയൻസ്. അല്ല, ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അവൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നതല്ല. പക്ഷെ ദൈവസന്നിധിയിലായിരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനൊരു നാഗിങ് എക്സ്പീരിയൻസ് അല്ല. ദൈവം നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നതേ ഇല്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തിൻ്റെ, ഞാൻ പെട്ടെന്ന് 2-3 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇനി ദൈവത്തിൻ്റെ ഒമ്നി പ്രസൻസ് എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്. അതവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവൻ്റെ ഒമ്നീസിയൻസ് എന്ന് പറയുന്നതും അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. ഇപ്പോൾ 2 പേര് തമ്മിൽ വഴക്കുണ്ടായി, തെരുവിലൊക്കെ വെച്ച്, നമ്മുടെ നാട്ടിലേക്ക് സ്ഥിരമായിട്ടുള്ള കാര്യമാണല്ലോ, തെരുവിലൊക്കെ വെച്ച് വഴക്കുണ്ടായി. നമ്മൾ അത് കണ്ടെങ്കിലും നമ്മൾ അവിടെ നിൽക്കാതെ പ്രതികരിക്കാതെ നമ്മളങ്ങ് നടന്നുപോയി. നമ്മൾ കണ്ടു എന്നുള്ളത് ശരിയല്ലേ? ശരിയാണ്. എന്നാൽ കണ്ടു എന്ന് പറയുന്നത് അത്രത്തോളം ശരിയാണോ? അല്ല. കാരണം നമ്മൾ അതിനകത്തൊന്നും ചെയ്തില്ലല്ലോ. നമ്മൾ വളരെ പാസീവായിട്ട് നമ്മൾ കണ്ടു എന്നുള്ളൂ. ഇറ്റ് ഇസ് എ പാസീവ് നോളജ്. ഒരു പാസീവ് നോളജാണ്. അപ്പോൾ ദൈവം നമ്മളെ നോക്കുന്നു എന്ന് പറയുന്നത്, ഒമ്നീസിയൻസ് എന്ന് പറയുന്നത് വളരെ പാസീവായിട്ടുള്ളൊരു ആക്ഷനാണ്, ആക്റ്റീവായിട്ടുള്ള ആക്ഷൻ അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത് ദൈവം നമ്മളെ നോക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത് പറഞ്ഞിട്ട് നിർത്തുക.
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുന്ന ഒരു പാസീവായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല, പിന്നെയോ ഒരു ആക്റ്റീവായിട്ടുള്ള, ഒരു വില്ലിംഗ് ആയിട്ടുള്ള ഒരു സബ്മിഷനാണ്. എനിക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഹൗ യു ലിവ് കോറം ടയോ, എങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കും? ദൈവം എവിടെയുണ്ടോ അവിടെ ചെന്ന് ദൈവം നിൽക്കുക. എനിക്കവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ട്. ഞാൻ ആക്റ്റീവായിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ ആയിപ്പോയത് കൊണ്ട് അവിടെ നിൽക്കുകയല്ല, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുകയല്ല, വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുകയല്ല, പിന്നെയോ എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് കൊണ്ടും അങ്ങനെ മാത്രമേ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ എന്നതുകൊണ്ടും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. നിങ്ങളെ ഒരു കാര്യം ഓർപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ മുമ്പാകെ നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളെ നോക്കുന്നുവെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നു എന്നാണ്. ദൈവം നിങ്ങളെ, അവൻ്റെ മുഖം തിരിച്ച് നിങ്ങളെ നോക്കുന്നു എന്നത് മാത്രമല്ല, പിന്നെയോ അവൻ്റെ മുഖം എങ്ങോട്ടിരിക്കുന്നുവോ നമ്മൾ അവിടെ പോയി നിൽക്കുകയാണ്. കാര്യം എന്താണ്? അവിടെ നിൽക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കോറം ഡേയോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും എല്ലാ നിമിഷവും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴെ ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുന്നതാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാരാംശം അതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.